ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. PF അക്കൗണ്ട് ഉടമകൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. PF അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ PF സംബന്ധമായ എല്ലാ സേവനങ്ങളും ഓൺലൈനായി സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. ബാലൻസ് ചെക്ക് ചെയ്യുക, പണം പിൻവലിക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനുവേണ്ടി ആദ്യം അവരുടെ UAN നമ്പർ ആക്ടിവേഷൻ ചെയ്ത് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്തുള്ള പാസ്വേഡ് പിന്നീട് നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാ ആളുകളും സംശയം ചോദിക്കുന്നതാണ്, എനിക്ക് പാസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല, പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ടും ഓപ്പൺ ആകുന്നില്ല, ഹോം പേജ് ഓപ്പൺ ആകുന്നുണ്ട്, ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് EPF പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ EPFയുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ഹോം പേജ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് റിസൾട്ടുകൾ ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ഒന്നാമത്തെ റിസൾട്ട് തന്നെ മെമ്പർ ഹോം എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ UAN നമ്പറും അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡും നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഹോം പേജിലോട്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ പാസ്വേഡ് അറിയില്ല. അപ്പോൾ നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ താഴെയുള്ള ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് നൽകേണ്ടതുണ്ട്. അവിടെ ഒന്നാമതായിട്ട് ചോദിക്കുന്നത് UAN എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ UAN നമ്പർ നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ നെയിം എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ നെയിം നമ്മുടെ PFൽ കൊടുത്തിട്ടുണ്ടായിരുന്ന അതുപോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ജെൻഡർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് അവിടെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മെയിൽ ഫീമെയിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ വരുന്നത് മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ PF അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ ഒരു കൺസെൻറ്റ് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു കൺസെൻറ്റിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൺസെൻറ്റ് മാൻഡേറ്ററി ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ കൺസെൻറ്റിലൊന്ന് ടിക്ക് നൽകുക. ശേഷം അതിന് താഴെയായിട്ട് ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അത് അതിന് താഴെയുള്ള ആ ഒരു കോളത്തിൽ അതുപോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ കറക്റ്റായി എൻ്റർ ചെയ്തതിന് ശേഷം അതിന് താഴെയുള്ള ഗെറ്റ് ഓതറൈസേഷൻ പിൻ എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ എൻ്റർ OTP എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP SMS ആയി വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP കോഡ് നമ്മൾ അതുപോലെ തന്നെ ഒന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തിൽ വരുന്നത് ന്യൂ പാസ്വേഡ് എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു സ്ട്രോങ് പാസ്വേഡ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു സ്ട്രോങ് പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു അപ്പർ കേസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു ലോവർ കേസ് മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതുകൊണ്ട് മിനിമം 8 മുതൽ 25 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനാവാം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കണം, അതുപോലെ നമ്പേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കണം. ഇത്തരത്തിലാണ് നമ്മളൊരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് നൽകുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ അത് നോക്കി അത്തരത്തിലുള്ള ഒരു സ്ട്രോങ് പാസ്വേഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെ കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ പാസ്വേഡ് ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. യുവർ പാസ്വേഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ചേഞ്ച്ഡ്, പ്ലീസ് ക്ലിക്ക് ഹിയർ ടു ലോഗിൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാസ്വേഡ് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ലോഗിൻ എന്നുള്ള ആ ഒരു ഭാഗത്തൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വീണ്ടും ആ ലോഗിൻ പേജിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ UAN നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ UAN നമ്പർ നമ്മൾ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പുതിയ പാസ്വേഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം ഇവിടെ താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു SMS OTP കോഡ് വന്നിട്ടുണ്ടായിരിക്കും. 1 ടൈം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം പേജ് നമുക്കിതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിതുപോലെ നമ്മുടെ പാസ്ബുക്ക് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ പാസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും നമ്മൾ ആ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ മെമ്പർ പാസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ തന്നെ കാണാം മെമ്പർ പാസ്ബുക്ക് എന്നുള്ളത്.
അപ്പോൾ ആ ഒരു റിസൾട്ടിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് നമ്മുടെ UAN എന്നുള്ള ഭാഗത്ത് നമ്മുടെ UAN നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അത് അതിന് താഴെയുള്ള കോളത്തിൽ അതുപോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇൻവാലിഡ് UAN ഓർ പാസ്വേഡ്. അപ്പോൾ നമ്മുടെ പാസ്ബുക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇൻവാലിഡ് പാസ്വേഡ് അല്ലെങ്കിൽ UAN എന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളത്, നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 24 hours കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ പാസ്ബുക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഞാൻ പാസ്വേഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്തതിന് ശേഷം പാസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരും സംശയം ചോദിക്കുന്നതായിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ കറക്റ്റായിട്ട് തന്നെയാണ് പാസ്വേഡ് UAN നമ്പറും എൻ്റർ ചെയ്ത് നൽകിയിട്ടുള്ളത്. പക്ഷേ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ കഴിയാത്തത് ഞാൻ റീസെറ്റ് ചെയ്ത ഉടനെ തന്നെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ പാസ്ബുക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം. അപ്പോൾ നമുക്കിനി 24 hours കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാസ്ബുക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. EPF പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.